പതഞ്ജലി ചെയ്ത പരസ്യങ്ങൾ തെറ്റാണെന്നും നിയമവിരുദ്ധമാണെന്നും സുപ്രീംകോടതി. നിയമം എല്ലാവർക്കും ഒന്നാണെന്നും ബാബ രാംദേവിനോട് സുപ്രീംകോടതി. കോടതിയുടെ മുന്നിൽ കള്ളം പറയരുതെന്നും രാംദേവിനോട് കോടതി. ജിൽബിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കോടതിയുടെ പരാമർശങ്ങൾ ഏത് തരത്തിലായിരുന്നു ജിൽബി? കീർത്തി, നേരത്തെയും ഈ പതഞ്ജലി പരസ്യ വിവാദവുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസിൽ ഇത്തരത്തിൽ രാംദേവ് മാപ്പപേക്ഷ പറഞ്ഞപ്പോൾ കോടതി ഇത് തള്ളിയിരുന്നു. രൂക്ഷമായ വിമർശനമായിരുന്നു രാംദേവിനും അതുപോലെ തന്നെ ആചാര്യ കൃഷ്ണയ്ക്കുമെതിരെ ഇത്തരത്തിൽ കോടതി ഉന്നയിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ സുപ്രീം കോടതിയിലെത്തി രാംദേവ് വീണ്ടും മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം ചെയ്തതിൽ മൂന്നാമതാണ് ഇത്തരത്തിൽ രാംദേവ് മാപ്പ് പറയുന്നത്. എന്നാൽ ബാബ രാംദേവ് ഇത്തരത്തിൽ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാണെന്ന് അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞപ്പോൾ കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയത് രാംദേവിനും ബാലകൃഷ്ണയ്ക്കും എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ എന്ന തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു ഇന്ന് കോടതി പറഞ്ഞത്. അതിനാൽ അഭിഭാഷകരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് രാംദേവിനും ബാലകൃഷ്ണയോടും കോടതി കുറെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അല്ലെങ്കിൽ കോടതിയോട് കള്ളം പറയരുത്, അതായത് തെറ്റ് പറ്റി അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് അത് ന്യായീകരിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇന്ന് സുപ്രീം കോടതി ഉന്നയിച്ചത്. കാരണം രാംദേവ് ഇന്ന് കോടതിയിൽ പറഞ്ഞത്, കാരണം ഗവേഷണങ്ങളൊക്കെ നടത്തിയാണ് ഇത്തരത്തിൽ ഈ മരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയത് എന്ന തരത്തിൽ പറയുകയുണ്ടായി. പക്ഷേ കോടതി ഉന്നയിച്ചു, കാരണം ഇത്തരത്തിൽ കോടതി നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് പോലും അത് ലംഘിച്ചു. അതുപോലെ തന്നെ വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തി. ഈ ലംഘനം, അതായത് കോടതി നിർദ്ദേശങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടും ഇത്തരത്തിൽ ഒരു തെറ്റിനെ ന്യായീകരിക്കുകയാണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. നിയമം എല്ലാവർക്കും ഒന്നാണെന്നും രാംദേവിനോട് കോടതി എന്ന് പറയുകയുണ്ടായി. മറ്റാരോഗ്യ സംവിധാനങ്ങൾ എതിർക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നും രാംദേവിനോട് സുപ്രീം കോടതി ഉന്നയിച്ചു. എന്തായാലും ന്യായീകരിക്കുകയല്ല, ക്ഷമാപണം നടത്തുകയാണെന്നാണ് ഇന്ന് കോടതിയിൽ ഇപ്പോൾ രാംദേവ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഈ പരസ്യ വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ രാംദേവ് കോടതിയിലെത്തി മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും കോടതിക്ക് മുമ്പിൽ കള്ളം പറയരുത്, അല്ലെങ്കിൽ എല്ലാവർക്കും നിയമം ഒന്നാണ് എന്നുള്ള കാര്യം സുപ്രീം കോടതി ഇപ്പോൾ വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് ഹിമ ഹോലി അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് ഇന്നിപ്പോൾ പരിഗണിച്ചത്. എന്തായാലും ഇതിന്റെ അന്തിമ കാര്യങ്ങളിലേക്ക് കോടതി ഇനിയും കടന്നിട്ടില്ല. കാരണം കേസ് ഇപ്പോൾ ഏപ്രിൽ 23-ന് പരിഗണിക്കാൻ വേണ്ടി വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. കീർത്തി. ശരി, ജിൽബിയാണ് വിവരങ്ങൾ നൽകിയത്.